ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളെന്നുള്ളത് വിദ്യ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. കൂടെ ഉള്ളത് നമ്മളെ സുധീഷേട്ടനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് അവരുടെ ഓഫീസിലിരുന്ന് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും ഡ്രൈവിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതാ വരാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ കൂടെ ഉള്ളത് വിദ്യ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണർ കം ഫൗണ്ടർ ആയിട്ടുള്ള സുധാകരേട്ടനാണുള്ളത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സുധീഷാണുള്ളത്. ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വിദ്യ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി, അവരുടെ ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി, ഇന്നത്തെ റോഡുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ ആമുഖമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ നമ്മുടെ സുധീഷിൻ്റെ ഫാദറായിട്ടുള്ള സുധാകരനോട് ചോദിക്കാം, ഏകദേശം എത്ര വർഷത്തോളമായി ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏതാണ്ട് ഒരു 25 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 25 വർഷത്തിന് ഉള്ളിൽ, അതായത് ഇപ്പോൾ ഈ ഒരു കാലയളവിൽ ഏകദേശം എത്രമാത്രം ആളുകൾ ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്? അതേപോലെ തന്നെ ഇവരൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ഓരോരോ സ്കീമുകൾ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കാം. ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞാൽ 280-300 ആളൊക്കെ വരുന്നുണ്ടാവും പഠിക്കാൻ. ഒരു വർഷത്തിൽ പഠിച്ചിറങ്ങുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. MD-മാരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ ആയിട്ടും ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ ഡ്രൈവിംഗ് പരിശീലനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ A to Z ആദ്യം തന്നെ നമ്മൾ മെക്കാനിക്കലി തിയറിയാണ് നമ്മൾ എടുക്കുന്നത്. എഞ്ചിന്റെ ഭാഗങ്ങളും അതുപോലെ അതിൻ്റെ ഓൾ പാർട്സ്, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം തന്നെ കുട്ടികളെ നമ്മൾ ആദ്യം തന്നെ അതാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്. പിന്നീടാണ് നമ്മൾ റോഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ബോധവൽക്കപ്പെട്ടിരിക്കുന്നത്. സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഒരാൾ നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് അവർക്ക് എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ കഴിയും? അതോടൊപ്പം ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എത്രമാത്രം വാഹനങ്ങൾ, ഏതൊക്കെ ടൈപ്പ് വാഹനങ്ങളാണ് ഈ ഒരു ഡ്രൈവിംഗ് എന്നുള്ള ഒരു ആർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഡിപ്പെൻസ് ആണല്ലോ. കാരണം പെട്ടെന്ന് പഠിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ക്ലാസ് എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പം കുറച്ചൊക്കെ ഒരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു 25-30 ആളുകളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ പഠിക്കും. എല്ലാ ഫുൾ സപ്പോർട്ടുകളും നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ സ്റ്റാഫ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഇവിടെ 3 മണി മുതൽ 6 മണി വരെ ഉണ്ട്. ചില ദിവസങ്ങളിൽ 1 മണി മുതൽ 6 വരെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഡിപ്പെൻസ് ആണ്. ഇത് എത്ര ക്ലാസ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് 20 ക്ലാസ് കൊടുക്കേണ്ടി, ചില ആളുകൾ 30 ക്ലാസ് കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും പരമാവധി സപ്പോർട്ട് എല്ലാ വിധത്തിലും പരമാവധി സപ്പോർട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാഫ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൊടുക്കുന്നുണ്ടാണ് ഇപ്പൊ എനിക്കറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ എല്ലാ ആൾക്കാരെയും അധികം വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഉത്തരവാണ് തരാറ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വാഹനങ്ങൾ മെയിനായിട്ട് ഇപ്പം നമുക്ക് ഉപയോഗിക്കുന്നത് 800 ആണ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 800 1, 2, 3 800 പിന്നെ വരുന്നത് ആൾട്ടോ കാർ വരുന്നുണ്ട്, പിന്നെ ഇയോൺ വരുന്നുണ്ട്, പിന്നെ സെലേറിയോ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിലെ പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്കുള്ള ആളുകൾ, അത് പഠിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഹെവി വാഹനങ്ങൾ, അതായത് 8 സീറ്റ് എന്നുള്ള രീതിക്ക് ഇന്നോവ അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത അച്ഛനോടെ ചോദിക്കാം. അടുത്തതായി നമുക്കറിയേണ്ടത്, ഈ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസിൽ കുറേ സ്റ്റുഡൻസിനെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മീൻസ് അതായത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഡ്രൈവേഴ്സിനെ നമുക്ക് അതായത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ
നേരിട്ട് കാണാനോ അതല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് പറയാം? അങ്ങനെ ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, സർക്കാർ ഓഫീസിൽ പോയാൽ, ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ, ഏതൊരു ഓഫീസിൽ പോയാലും ഞങ്ങളിവിടുന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ എവിടെ പോയാലും നമുക്ക് അതിന് പിന്നെ നമ്മുടെ പഠിച്ചു പോയ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അവരവർ സൈക്കിൾ തരും. പിന്നെ നല്ല സന്തോഷമായിട്ട് സംസാരിച്ച് പിരിഞ്ഞു പോകും. അതായത് ലേണേഴ്സ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം മുതൽ കുട്ടികളുടെ സൗകര്യാർത്ഥം പിറ്റേ ദിവസം മുതൽ നമ്മൾ ഡ്രൈവിങ്ങിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനി ടൈം, അതായത് ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഡ്രൈവിങ്ങിന്റെ ക്ലാസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അസോസിയേഷന്റെ പ്രകാരം ഒരു ക്ലാസ് 4 കിലോമീറ്ററാണ്. അങ്ങനത്തെ 4 കിലോമീറ്റർ ആകുമ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങനെ 46 ക്ലാസ്സിലാണ് ടോട്ടൽ ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അത് ചുരുക്കി ഞങ്ങൾ ഒരു ക്ലാസ്സിന് 8 കിലോമീറ്റർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ടോട്ടൽ ഞങ്ങൾ 25 ക്ലാസ്സോളം കൊടുക്കുന്നത് 8 കിലോമീറ്റർ ആക്കി. ഇതിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ 4 കിലോമീറ്റർ പോയി വരുമ്പോൾ ആകെ ഒരു 10 മിനിറ്റ് കൊണ്ട് പോയി വരും. കുട്ടികൾക്ക് കയറിയിരിക്കുമ്പോഴത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ കുറച്ച് വണ്ടിയായിട്ട് ഇടപെട്ട് ആ സമയം ഇടപെട്ട് നിൽക്കുമ്പോഴേ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി സംശയങ്ങളൊക്കെ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് ചുരുക്കി ഇതിന്റെ പകുതിയാക്കി കിലോമീറ്റർ കൂട്ടിയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പ്രാക്ടിക്കലി കുറച്ച് എഞ്ചിൻ ഭാഗങ്ങളും കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കും കുട്ടികൾക്ക്. അത് കഴിഞ്ഞിട്ട് റോഡിലേക്ക് ഇറക്കുള്ളൂ. റോഡിലേക്ക് ഇറക്കുമ്പോൾ പറയുമ്പോൾ ആദ്യം തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഗിയർ, ക്ലച്ച്, ബ്രേക്ക് എന്നിവ പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു 3-4 ക്ലാസ് അങ്ങനെ കൊടുത്ത് പിന്നീടുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്ക് വളവ്, അതുപോലെ വളവ്, തിരിവ്, കയറ്റം, ഇറക്കം തുടങ്ങിയിട്ടുള്ള എല്ലാ റോഡുകളിലൂടെയും, അതായത് നമ്മൾ 23 ക്ലാസ് കഴിയുന്നതോടുകൂടി 25 ക്ലാസ് കഴിയുന്നതോടുകൂടി അതുപോലെ തന്നെ കുട്ടികൾക്ക് വളവ്, തിരിവ് തുടങ്ങിയിട്ടുള്ള എല്ലാ റോഡിലൂടെയും പോകും. അത് കഴിഞ്ഞ് ഏകദേശം ഒക്കെ കഴിയുമ്പോൾ ട്രാഫിക്, നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുക്കുന്ന ട്രാഫിക്കിലേക്കാണ്. കാരണം കുട്ടികൾ തിരക്കൊഴിഞ്ഞ റോഡിലൂടെ ഓടിക്കുന്നതും ട്രാഫിക്കിലൂടെ ഓടിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ടെൻഷൻ, മെയിനായിട്ട് നമ്മൾ ടെൻഷനാണ്, പ്രത്യേകിച്ച് ലേഡീസ്. അങ്ങനെ ലേഡീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ റോഡിലൂടെ തിരക്കൊഴിഞ്ഞ റോഡിലൂടെ പോകുന്നതും കുറച്ച് തിരക്കുള്ള റോഡിലൂടെ പോകുന്നതും വളരെയധികം വ്യത്യാസമുണ്ട്. അതിലൂടെ ഓടിച്ച് തെളിയിക്കുന്ന ആളാണ് യഥാർത്ഥ ഡ്രൈവർ എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ട്രാഫിക്കിലൂടെ നമ്മൾ ബാക്കിൽ നിന്ന് വാഹനം ഹോൺ അടിച്ചാലും മുമ്പ് ഓവർടേക്ക് പോലും അതൊക്കെ തരണം ചെയ്ത് ഓടിക്കാനുള്ളൊരു സ്കില്ലിലേക്ക് എത്തണം ഡ്രൈവിങ്. അപ്പൊ ലാസ്റ്റ് കുറച്ച് ക്ലാസ് ഞങ്ങൾ ട്രാഫിക്കിലേക്ക് എടുക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുട്ടികളെ പേടിയാണ് മെയിനായിട്ട്. പഠിക്കുന്നതിനുപരി പേടി പോകും കുട്ടികൾക്ക്. അത്രയും കാര്യങ്ങളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ്സിന്റെ ആവശ്യം വരാറില്ല. ഇവര് അത്യാവശ്യം ഒരു 10-15 ക്ലാസ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ തന്നെ ഇവർ വണ്ടി ഓടിക്കാൻ എല്ലാ ട്രാഫിക് റൂൾസ് കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇവർ ഓടിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ടെസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകും. ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എച്ചിന്റെ ടെസ്റ്റ് ആവില്ല. അതായത് 2 പാർട്ടാണ് ടെസ്റ്റ് നടക്കുന്നത്. 2 വീലറിനെ സംബന്ധിച്ച് പറയുമ്പോൾ 8 അതിന്റെ റോഡ് ടെസ്റ്റ്, കാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ H അതിന്റെ റോഡ് ടെസ്റ്റ്. ഈ H-ഉം 8-ഉം ആണ് പാർട്ട് 1 എന്ന് പറയുന്നത്. ഈ പാർട്ട് 1 പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ പാർട്ട് 2ലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പഴയതിനേക്കാളും ഇപ്പൊ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ നിയമം മാറിയവർ കൂടുതൽ ഉപകാരപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഒന്നുകൂടി നന്നായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ രീതിയിലും ഓക്കെയാണ്. അടുത്ത് നമുക്ക് നമ്മുടെ സുധാരേട്ടനോട് തന്നെ ചോദിക്കാം. സുധാരേട്ടാ, ഈ ഇന്നത്തെ അതായത് ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലെ കുട്ടികളും വർഷങ്ങൾക്ക് മുന്നേ, അതായത് 25 വർഷത്തോളം പാരമ്പര്യമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലും പഴയ ഡ്രൈവിംഗ് സ്റ്റൈലുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ, അതായത് ഏത് രീതിയിലായിരുന്നു അന്നത്തെ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ വണ്ടി യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ അത് പഠിച്ചു വരുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം വരുന്ന കുട്ടികളൊക്കെ പിന്നെ അത്യാവശ്യം ക്വാളിഫിക്കേഷനൊക്കെ കുട്ടികളാകുമ്പോൾ പഠിപ്പിക്കാനൊക്കെ നല്ല സുഖമായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പണ്ടത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ, കുറച്ച് പിന്നെ വിദ്യാഭ്യാസം കുറവുള്ളതല്ലേ. അപ്പം ഇപ്പോഴത്തെ രൂപത്തിൽ വലിയ പ്രശ്നമില്ല പഠിപ്പിക്കാൻ. പറഞ്ഞു കൊടുത്ത കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് പോകുന്ന നല്ല രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടാതെ
വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചുകളോ അതല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനോ അങ്ങനെയുള്ള പരിപാടികളുണ്ടോ? ഇവിടെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടാതെ ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച് കൂടി ഇപ്പൊ നിലവിലുണ്ട്. കൊണ്ടോട്ടി താലൂക്കിന്റെ അണ്ടറിൽ വരുന്ന കുളപ്പുത്ത്, ചേലേമ്പ്ര പഞ്ചായത്തിലെ കുളപ്പുത്ത് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വൈകാതെ ഒരു പ്ലാനിങ് കൂടിയാണ്. അതിപ്പം ഫറോക്ക് താലൂക്കിന്റെ കീഴിൽ RT ഓഫീസിന്റെ കീഴിൽ ഞങ്ങളൊരു ചെറിയൊരു ബ്രാഞ്ചും കൂടി ഓപ്പൺ ചെയ്യാൻ വൈകാതെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയും കൂടിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ യൂണിവേഴ്സിറ്റി തിരൂരങ്ങാടിയാണ്, കുളപ്പുത്ത് എന്ന് പറയുന്ന സ്ഥലം കൊണ്ടോട്ടി RT ഓഫീസിന്റെ കീഴിലാണ് വരുന്നത്. ഇപ്പം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഫറോക്കിന്റെ RT ഓഫീസിന്റെ കീഴിലാണ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതായത് ഈ ഒരു കറണ്ട് സെനാരിയോയിൽ ഒരു സ്റ്റുഡൻറ് വരികയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകളാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ് കരുതേണ്ടത്? അതോടൊപ്പം അവർക്ക് ഏകദേശം എത്ര ടൈം പിടിക്കും? അതായത് ഈ ഒരു ഡ്രൈവിംഗ് ട്യൂഷൻ തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള ഒരു കാലാവധി, അതിനെക്കുറിച്ചൊന്ന് പറയാം. നിലവിൽ ഇപ്പോൾ നമുക്കൊരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആധാറിന്റെ ഒരു കോപ്പി, പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കോപ്പി, അതില്ലാത്ത ആളുകൾക്ക് 9ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കോപ്പിയും ആധാർ കാർഡും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു 3 ഫോട്ടോയും കാണും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്മിഷന് വേണ്ടി വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലേണേഴ്സിന് അപ്ലൈ ചെയ്യും. ലേണേഴ്സ് എന്ന് പറയുമ്പോൾ റോഡ് നിയമങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. തിയറി ആയിട്ട് റോഡിലെ നിയമങ്ങളെ പറ്റി നമ്മളൊരു വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് എന്തൊക്കെ നമ്മൾ സിഗ്നലുകൾ, അതുപോലെ വണ്ടി രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ വണ്ടി ചെക്ക് ചെയ്യണം തുടങ്ങിയിട്ടുള്ള, പിന്നെ ആളുകളോട് പെരുമാറേണ്ട രീതികൾ, പിന്നെ അതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ലേണേഴ്സ് ലൈസൻസ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കും കുട്ടികൾക്ക്. അത് പഠിച്ചിട്ട് ഒരു മാസം കഴിയും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു മാസം എടുക്കുന്നുണ്ട്. തിരുവങ്ങാടി ഇപ്പം കൊണ്ടോട്ടിയിലായാലും അങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിലാണ് ആ ലേണേഴ്സിന്റെ എക്സാം. അത് നമ്മൾ RT ഓഫീസിൽ നിന്നാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ആ എക്സാമിൽ 20 ക്വസ്റ്റ്യൻ ആണ് വരിക. 20 ക്വസ്റ്റ്യനിൽ 12 എണ്ണം പാസ്സാണ്. ഒരു ക്വസ്റ്റ്യനിൽ 30 സെക്കൻഡോളമാണ് ആ ഒരു ക്വസ്റ്റ്യൻ സമയം ഉണ്ടാക്കുന്നത്. അങ്ങനെ 20 ക്വസ്റ്റ്യനിൽ 12 എണ്ണം പാസ്സായി കഴിഞ്ഞാൽ അവർ ലേണേഴ്സ് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് വരും. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട്. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2 മാസം എടുക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാനാണ്. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പോൾ താൽക്കാലികമായി തീരുന്നുള്ളൂ. ഒരുപാട് അപേക്ഷകർ കുറച്ചൊരു പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. 1 മാസം 2 മാസം എടുക്കുന്നുണ്ട് ലേണേഴ്സ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ മുമ്പേ ഒക്കെ 1 മാസം കൊണ്ട്, കറക്റ്റ് 1 മാസം കൊണ്ട് പഠിച്ച് അതിന് ഡേറ്റ് കിട്ടിയിട്ട് ഒരു അവസ്ഥയിലായിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് 2 മാസത്തേക്കാണ് ഇപ്പം ടെസ്റ്റിന്റെ ഡേറ്റ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഡേറ്റിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ പഠിപ്പിച്ച് ടെസ്റ്റിലേക്ക് പോകേണ്ട രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നതായിരിക്കും. ആർക്കും 100% ഗ്യാരണ്ടിയോട് കൂടി പറയാം, ഒരു വണ്ടിയായിട്ട് വണ്ടി നിന്നാൽ ഒരു ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നിയമം, വണ്ടിയുടെ നിയമ പരിഷ്കരണത്തിൽ ഒന്നുകൂടി നന്നായിട്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും കൂടി നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും, അതായത് റിവേഴ്സ് പാർക്കിംഗ് മുതൽ നല്ല വളവ്, തിരിവ് തുടങ്ങിയിട്ടുള്ള റോഡുകളും, അതുപോലെ തന്നെ കയറ്റത്തിൽ നിർത്തിയിട്ട് എങ്ങനെ ബാക്ക് ഇറങ്ങാതെ വണ്ടി എടുക്കാം എന്നുള്ള രീതിയിലേക്കും, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്ക്, യൂട്ടേൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ഒരു ധൈര്യം, മനസ്സിനൊരു ധൈര്യം നമുക്കുണ്ടാകും. കുട്ടികൾക്ക് വണ്ടി നാളെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പോയി വരാൻ പറ്റുന്ന മാനസികമായിട്ടൊരു ധൈര്യം നമുക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഉപരി പറയുകയാണെങ്കിൽ, പഠിപ്പിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ഗതാഗതത്തിന്റെ റോഡിന്റെ ഒരു സ്ഥിതികളെ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ. ഇപ്പോൾ നിലവിൽ ഇത് കഴിഞ്ഞുവിടുമ്പോൾ നല്ല ഓക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 500 മീറ്റർ
എയർപോർട്ട് റോഡിൽ സഞ്ചരിച്ചാൽ ചെനക്കൽ എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിദ്യ ഡ്രൈവിംഗ് സ്കൂൾ കാണാവുന്നതാണ്. സ്കൂളിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നു. പ്രത്യേകം സജ്ജീകരിച്ച ക്ലാസ് റൂം, യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി റോഡിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും ചുമരിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ലേണിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പേ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് എന്ന് അവിടെ നിന്നും ക്ലാസുകൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം അവർ ഒരു ബുക്ക്ലെറ്റ് കൂടി നൽകി വരുന്നു. ഈ ഒരു സമ്പ്രദായമാണ് വിദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഇത്രയും വർഷത്തെ അവരുടെ സേവനങ്ങൾ കൊണ്ട് ആളുകൾക്ക് നൽകി വരുന്നത്. ആധുനിക രീതിയിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റവും ഇവിടെ ലഭ്യമാണ്.